ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മുഖ്യ പരിശീലക സ്ഥാനത്ത് നിന്ന് ഗൗതം ഗംഭീർ പടിയിറങ്ങിയേക്കും. ന്യൂസിലാൻഡ് പരമ്പരയിൽ തോൽവിയും ഇപ്പോൾ ഓസീസ് പര്യടനത്തിനെ നിരാശപ്പെടുത്തുന്ന പ്രകടനവും ഗൗതം ഗംഭീറിലുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ത്യക്ക് പുതിയ പരിശീലകനെ കണ്ടെത്താൻ BCCI നീക്കം ആരംഭിച്ചുവെന്നാണ് റിപ്പോർട്ട്. BCCI വൃത്തങ്ങൾ VVS ലക്ഷ്മണുമായി ചർച്ച നടത്തിയിട്ടുണ്ടെന്നും ഏറ്റവും പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. നിലവിൽ ദേശീയ ക്രിക്കറ്റ് അക്കാദമിയുടെ തലവനാണ് ലക്ഷ്മൺ. അദ്ദേഹത്തെ 3 ഫോർമാറ്റിലും പരിശീലകനാക്കാനുള്ള നീക്കത്തിലാണ് BCCI ഉള്ളത്. നേരത്തെ ഇക്കാര്യത്തിൽ അനുകൂല നിലപാടെടുക്കാതിരുന്ന ലക്ഷ്മൺ ഇപ്പോൾ താല്പര്യം അറിയിച്ചിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓസീസ് പരമ്പരയ്ക്ക് പിന്നാലെ തന്നെ പുതിയ മാറ്റവും നമ്മുടെ ടീമിൽ പ്രതീക്ഷിക്കാം. രാഹുൽ ദ്രാവിഡ് പരിശീലക സ്ഥാനത്ത് നിന്ന് മാറിയപ്പോൾ BCCIക്ക് താല്പര്യം VVS ലക്ഷ്മണെ പരിശീലകനാക്കാനായിരുന്നു. എന്നാൽ ആ സമയത്ത് ദേശീയ ക്രിക്കറ്റ് അക്കാദമി തലപ്പത്ത് തുടരാനാണ് ലക്ഷ്മൺ താല്പര്യം കാട്ടിയത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് പരിശീലക സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ മികച്ച ഇന്ത്യൻ പരിശീലകരുടെ അഭാവം ഉണ്ടായപ്പോഴാണ് പെട്ടെന്ന് ഗൗതം ഗംഭീറിനെ പരിശീലകനാക്കാൻ BCCI തയ്യാറായത്. ഇതിനോടകം ഇന്ത്യയുടെ പരിശീലക റോളിൽ ലക്ഷ്മൺ പ്രവർത്തിച്ചിട്ടുമുണ്ട്. രാഹുൽ ദ്രാവിഡ് വിശ്രമത്തിൽ പോകുന്ന പരമ്പരകളിലെല്ലാം തന്നെ ഇന്ത്യയുടെ മുഖ്യ പരിശീലക സ്ഥാനം ലക്ഷ്മണായിരുന്നു ഏറ്റെടുത്തിരുന്നത്. അദ്ദേഹത്തിന് കീഴിൽ ശ്രീലങ്കയിൽ ഉൾപ്പെടെ കളിക്കാൻ ഇന്ത്യ പോയിട്ടുമുണ്ട്. ഗൗതം ഗംഭീറിനേക്കാൾ സീനിയർ താരവും അനുഭവ സമ്പത്തുമുള്ള വ്യക്തിയാണ് പരിശീലകനായ ലക്ഷ്മൺ. അതുകൊണ്ട് തന്നെ ലക്ഷ്മണന്റെ വരവ് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. എന്നാൽ ഗൗതം ഗംഭീർ പരിശീലകനായ ശേഷം ഇന്ത്യൻ ടീമിൽ അർഹിച്ച അവസരം ലഭിച്ച സഞ്ജു സാംസണിന് ഗംഭീർ ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്ത് നിന്ന് ഒഴിഞ്ഞാൽ ഇതേ പരിഗണന ലഭിക്കുമോ എന്നാണ് ആരാധകരുടെ മറ്റൊരു സംശയം.